മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. ചമയ കൂട്ട് എന്ന് പറഞ്ഞാൽ മേക്കപ്പിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മുടെ ആഹാര്യം എന്ന് പറഞ്ഞാൽ വേഷവിധാനം, അതിന് നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷം. കലോത്സവത്തിൽ ഇപ്പോൾ കഥകളിക്ക് ഇപ്പം മുൻ വർഷത്തെ അപേക്ഷിച്ച് ധാരാളം കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബോയ്സ് 11 പേര് 12 പേര് മറ്റുണ്ട്. മുൻ വർഷങ്ങളിൽ 9 പേര് വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുറേ സമീപ വർഷങ്ങളിൽ അതിന് മുൻപുണ്ടായിരുന്നു. ഈ കൊറോണ കാലത്തിന് ശേഷം ഒന്ന് കുറഞ്ഞു. അത് കഴിഞ്ഞിപ്പം വീണ്ടും നല്ലൊരു മാറ്റമുണ്ട്. കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ചമയ കൂട്ട് എന്ന് പറഞ്ഞാൽ മേക്കപ്പിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മുടെ ആഹാര്യം എന്ന് പറഞ്ഞാൽ വേഷവിധാനം, അതിന് നല്ല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കാലത്തിൻ്റെ മാറ്റങ്ങളനുസരിച്ച് തന്നെ ആ ഒരു ആടയാഭരണങ്ങൾക്കൊക്കെ കൂടുതൽ അട്രാക്ഷൻ ഉള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നല്ല പണം ചെലവാക്കി തന്നെ നല്ല മനോഹരമായ ആടയാഭരണങ്ങൾ കുട്ടികളെ അണിയിച്ചൊരുക്കി ഭംഗിയായി സ്റ്റേജിലെത്തിക്കുക എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കൊരു പച്ചവേഷത്തിനൊരു 3.5 മണിക്കൂർ മിനിമം വേണം. ഒരു കത്തിവേഷമാണെങ്കിൽ ഒരു 4.5 മണിക്കൂർ വരെ എടുക്കും. അപ്പോൾ അത് ചുട്ടിയുടെ സമയം ഒക്കെയാണ്. ചുട്ടിക്ക് 2 മണിക്കൂറിന് മേലെ എടുക്കും. ചുട്ടി എന്ന് പറയുന്നൊരു സംഭവം ചെയ്യാൻ മാത്രം. പച്ചയ്ക്ക് അത്രയില്ല, 1 മണിക്കൂർ, ചിലപ്പോൾ 1.25 മണിക്കൂർ കൊണ്ടൊക്കെ തീരും. ഇപ്പോൾ വളരെ ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട്. കാരണം കഥകളിക്ക് മുമ്പെങ്ങുമില്ലാത്ത ഒരു പ്രയോറിറ്റിയും എവിടെയാണെങ്കിലും കഥകളി എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ കൊടുക്കുക. പിന്നെ മിക്കവാറും എല്ലാ ഫംഗ്ഷനുകളിലും കഥകളി അവതരിപ്പിക്കുക എന്നുള്ള ഒരു സംഘാടകരുടെ ഒരു ആവേശം നല്ല രീതിയിൽ കഥകളി അരങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. അതൊരു കഥകളിയുടെ വളർച്ചയെ നമ്മൾ അതുപോലെ തന്നെ കുട്ടികളുടെ എണ്ണം ധാരാളം കുട്ടികൾ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കഥകളിയുടെ വളർച്ചയും കഥകളിയുള്ളൊരു അഭിനിവേശവുമാണ് അത് സൂചിപ്പിക്കുന്നത്. കഥകളിയെക്കുറിച്ച് നമുക്ക് സ്വതേ പലർക്കും ഒരു അഭിപ്രായമുണ്ട്, കഥകളി കണ്ടാൽ മനസ്സിലാവില്ല എന്നുള്ളത്. അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മുദ്ര കണ്ട് മനസ്സിലാക്കാൻ പ്രയാസം തന്നെയാണ്. കാരണം അത് ശാസ്ത്രീയമായ ഒരു കലയാണ്. മുദ്ര അഭിനയം എന്ന് പറയുമ്പോൾ അത് മുഴുവനും കണ്ട് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ മുൻപ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂട്ടുകുടുംബം ആയിരിക്കുമ്പോൾ അപ്പോൾ അപ്പൂപ്പൻ മുമ്പൊക്കെ ഈ കൊച്ചുമക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവർ കഥകളി കാണാൻ വരുമ്പോൾ അവർക്ക് അതാണ് ഇങ്ങനെ ആവേശം ഇന്നതാണ്, അതിൻ്റെ സന്ദർഭം ഇതാണ് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ മുൻകൂർ പറഞ്ഞു കൊടുത്ത് കാണാൻ അവരെ പര്യാപ്തമാക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇതിപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാണ്ട് പോയി. കഥയറിഞ്ഞ് ആട്ടം കാണുക എന്നാണല്ലോ ഈ പഴമക്കാർ പറയുന്നത്. അത് സത്യമാണ്. കഥയറിഞ്ഞ് നമ്മൾ കണ്ടാൽ അതിനെ നമുക്കൊരു മുദ്ര ഒരു പക്ഷേ അറിയില്ല എങ്കിൽ പോലും നമുക്കതിനെ ആസ്വദിക്കാൻ പറ്റും. സംഗീതം, സാഹിത്യം, അഭിനയം, നൃത്തം, ഇങ്ങനെ ഇതെല്ലാം വാദ്യം, ഇതെല്ലാ ഘടകങ്ങളൂടി ചേരുന്ന ഒരു കലയല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ഈ അറിയില്ല എന്ന് പറഞ്ഞ് നമ്മളതിന് പിന്മാറുന്നതാണ് പ്രശ്നം. നമ്മളൊരു 2-3 സ്റ്റേജ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് അതിനോടൊരു ആവേശം ഉണ്ടാകും, യാതൊരു സംശയമില്ല.